കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. മറ്റൊന്നുമല്ല, നേതൃത്വത്തിന് വിലക്ക് ലംഘിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വി ഡി സതീശിനെ അനുകൂലിച്ച് വിവിധ ജില്ലകളിൽ പ്രകടനം നടന്നു. ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെ ആയിട്ടാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോര് കോൺഗ്രസിൽ കടുക്കുന്നത്. വി ഡി സതീശിനെ അനുകൂലിച്ച് എറണാകുളത്ത് കൂറ്റൻ ഹോർഡിംഗ് പ്രത്യക്ഷപ്പെട്ടു. നയിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാം, വി ഡി അല്ലാതെ മറ്റാര് എന്നൊക്കെയാണ് അതിലെ വാചകങ്ങൾ. ദേശീയപാതയിൽ കളമശ്ശേരി ടി വി കവലയിലായിരുന്നു ആ ഹോർഡിംഗ്. തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഒക്കെ ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ സതീശൻ അനുകൂല പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ, മുദ്രാവാക്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഡാനി ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നൽകും. ഡാനി, പാടില്ല എന്ന് 100 വട്ടം പറയുന്നുണ്ട് നേതൃത്വം, പക്ഷേ പ്രവർത്തകർ പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്നുള്ള മട്ടിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു, രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇനി ഇതിനിടെ വി ഡി സതീശിനെതിരെയും പോസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലവിധമായിട്ടുള്ള പോസ്റ്റർ യുദ്ധം അല്ലെങ്കിൽ ഫ്ലെക്സ് യുദ്ധം എന്നൊക്കെ പറയാം. മുഖ്യമന്ത്രിയെ ആരാണെന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ എന്താണ് ഡാനി, ഇന്നും ഉണ്ടാകുമോ ഈ വിലക്ക് ലംഘിച്ചുള്ള പ്രകടനങ്ങളും ഇത്തരം പേരിനുള്ള യുദ്ധങ്ങളും? ഇന്നും അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് എൽദോ കാണുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇത് ഈ വലിയ വിജയത്തിന്റെ മഹിമ കെടുത്തരുത്, ആ രീതിയിലേക്ക് പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും പലയിടങ്ങളിലും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ. അതോടൊപ്പം തന്നെ വി ഡി സതീശന് വേണ്ടി പലയിടങ്ങളിലും വലിയ ഫ്ലെക്സുകളെല്ലാം തന്നെ ഉയരുന്നു. കൂറ്റൻ ഫ്ലെക്സുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മേഖല എന്നെല്ലാം തന്നെ പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ കൂടി എറണാകുളം ആ ജില്ലയിലെല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്ന വലിയ രീതിയിലുള്ള അണികളും പ്രവർത്തകരും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഈ മേഖലയിലെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്ലക്സുകളും ബോർഡുകൾ, അതോടൊപ്പം തന്നെ പ്രകടനങ്ങളെല്ലാം തന്നെ വരുന്നു. സമീപ ജില്ലകളിലും എല്ലാം തന്നെ വരുന്നു. അതിൽ കൂടുതലും വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു. പക്ഷേ അത് മാത്രവുമല്ല കണക്കിലെടുക്കേണ്ടത്, ഇപ്പോൾ മറ്റേ ഇതര ആളുകൾ, അതായത് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർക്ക് വേണ്ടിയും അനുകൂലമായും എല്ലാം തന്നെ പലയിടങ്ങളിലും ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഒരാളുടെ ഒറ്റയാൻ വിജയമല്ല ഇതെന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഇത് വളരെ ക്രിയാത്മകമായ ഒരു പങ്കുണ്ട്. അതിൽ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതിലൊരു ആസൂത്രണത്തിന്റെ മികവ് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിനൊപ്പം തന്നെ സംസ്ഥാനത്ത് വളരെ സജീവമാവുകയും ചെയ്യുന്ന ആ കെ സിക്കും ഇതിനെല്ലാം തന്നെ അർഹതയുണ്ട് എന്ന് കെ സി അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. ഫ്ലെക്സുകളിലൂടെയും പലയിടങ്ങളിൽ ഒരുപക്ഷെ ഒരു പ്രകടനം എന്ന രീതിയിലേക്ക്, തെരുവിലേക്ക് ആ രീതിയിലേക്ക് വന്നിട്ടില്ല. വി ഡി സതീശനെ അനുകൂലിക്കുന്നവരാണ് കൂടുതലും തെരുവുകളിലേക്ക്. പക്ഷെ കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അനുകൂലിക്കുന്നതിൽ കൂടുതലും ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ ഈ ബാനറും ഫ്ലെക്സുകളും എല്ലാമായാണ് പലയിടങ്ങളിലും തന്നെ നിറയുന്നത്. രമേശ് ചെന്നിത്തലയും അനുകൂലിക്കുന്നവർ ഇതുപോലെ തന്നെ വളരെ സജീവമാകുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ നാളുകളായിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 3 പേർക്ക് വേണ്ടിയും ഈ രീതിയിലുള്ള പ്രസ്താവനയും സോഷ്യൽ മീഡിയയിലുള്ളതായിട്ടുള്ള പ്രചരണവും എല്ലാം തന്നെ തുടരുന്നത്. ഇതെല്ലാം ഇപ്പോഴും സജീവമാകുന്നു. ഇത് നിർത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് കൂടിയും ആ രീതിയിലേക്ക് കൊണ്ടിട്ടില്ല. ഏതായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കം തെരുവുകളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവ ചർച്ചയായി ഇന്നും തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എൽദോ റൈറ്റ്. എന്താണെങ്കിലും ആ യുദ്ധം തെരുവിൽ തുടരുകയാണ് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന് തലവേദനയാണ്. എന്താണെങ്കിലും നേതാക്കൾക്കിടയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ള തീരുമാനത്തിലേക്ക്, സമാധാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിൻ്റെ അലയൊലികൾ ഇങ്ങനെ താഴേക്കും പ്രവർത്തകരുടെ ഇടയിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.